Hello students, this is Theorem 3, the proof of which is very similar to Theorem 1 of this module. Theorem states that if X is a regular space, C is a closed subset of X, and F a compact subset of X such that C intersection F equal to phi, then there exists open sets UV such that C subset of U, F subset of V, and U intersection V equal to phi. Compare with the theorem 1 and try to study the proof also in comparison with the method in theorem 1. Theorem 1 ൽ തന്നിരുന്നത് ഹൗസ് ഡോർ സ്പേസിൽ എന്നിട്ട് റെഗുലർ പോലെ ഒരു കണ്ടീഷനാണ് നമുക്ക് കിട്ടിയത്. പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റും വരുമ്പോഴാണ് റെഗുലാരിറ്റി. പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത കോമ്പാക്ട് സെറ്റും എടുത്ത് ഓപ്പൺ സെറ്റ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു. ഇതിലൂടെ ഹയർ ലെവലിലേക്ക് പോയി. അപ്പം തന്നിരിക്കുന്നത് ഹൗസ് ഡോർഫിന് പകരം റെഗുലർ സ്പേസ്, അതിന് പൊക്കത്തിലേക്ക് നമുക്ക് നോർമലിലേക്കാണ് പോകാൻ പറ്റുന്നത്. ഹൗസ് ഡോർഫ് വന്നിട്ട് റെഗുലറിലേക്ക് പോകാൻ റെഗുലർ അല്ല ശരിക്കും ചെയ്തത്. പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റും എന്നുള്ളതിന് പകരം കണ്ടെയ്ൻ ചെയ്യാത്ത കോമ്പാക്ട് സെറ്റ് എഫും. ഇവിടെയും അടുത്തത് നോർമലിലേക്ക് പോകാൻ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ്, ഒരു പോയിന്റും ക്ലോസ്ഡ് സെറ്റും എടുക്കുന്നതിന് പകരം പോയിന്റും കോമ്പാക്ട് സെറ്റുമാണ് എക്സും സിയും എടുക്കുന്നതിന് പകരം എക്സ് T2 എന്ന് വന്നു. എക്സും സിയും എടുക്കുന്നതിന് പകരം എക്സും എഫും എടുത്തു. റെഗുലാരിറ്റി അല്ല കിട്ടിയത്. ഹൗസ് ഡോർ സ്പേസിൽ ഇവരെ നമുക്ക് ഓപ്പൺ സെറ്റ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാം. ഇതാണ് തിയറം 1 ഉപയോഗിച്ചത്. ഇനി എക്സ് റെഗുലർ എന്ന് തന്നു, നോർമലിലേക്ക് പോകുന്ന പോലെ. നോർമൽ ആയിരുന്നെങ്കിൽ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് സിയും ഡിയും എടുക്കണമായിരുന്നു. ഇവിടെ അതിന് പകരം ഒരു ക്ലോസ്ഡ് സെറ്റും ഒരു കോമ്പാക്ട് സെറ്റും നമ്മൾ എടുത്തു. എന്നിട്ട് ഓപ്പൺ സെറ്റ്സ് യുവും വിയും ഉണ്ട്. സി ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഇസ് എ സബ്സെറ്റ് ഓഫ് വി എന്നുള്ളതാണ് ഈ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നിങ്ങളത് കമ്പയർ ചെയ്ത് അതിന്റെ താഴത്തെ ഡയമെൻഷനിൽ നിന്നൊരു കണ്ടീഷൻ എടുത്തു, പൊക്കത്തിലേക്ക് അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റെഗുലർ എടുത്തു, നോർമലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നോർമലാണ് രണ്ട് ക്ലോസ്ഡ് സെറ്റിനെ സെപ്പറേറ്റ് ചെയ്യണമായിരുന്നു. ഇതൊരു ക്ലോസ്ഡ് സെറ്റും ഒരു കോമ്പാക്ട് സെറ്റും. കോമ്പാക്ട് സെറ്റ് ആകുമ്പോൾ ഇവർ ഓപ്പൺ കവർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സ്പേസ് റെഗുലർ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കുകയും വേണം. എക്സ് ഈസ് റെഗുലർ, എക്സ് റെഗുലർ എന്ന് തന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കണം. അപ്പോൾ റെഗുലർ ഉപയോഗിക്കാൻ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റ്സ്. അപ്പോൾ കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റും സി എ ക്ലോസ്ഡ് സെറ്റ്, അപ്പോൾ അതിനെ അതുപോലെ തന്നെ ഉപയോഗിക്കാം. എഫ് കോമ്പാക്റ്റ് ആണ്, അതിൽ നിന്ന് പോയിന്റിനെ എടുക്കുക. സി അതേപോലെ എടുക്കുക. കൺസിഡർ സി ആൻഡ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എഫ്. ഒരു തവണ എക്സിൽ നിന്ന് ഒരു എഫ് എടുക്കുക. നമ്മളോട് പറഞ്ഞേക്കുന്നത് സി ഇന്റർസെക്ഷൻ എഫ് എം ഡി ആണ്. അതുകൊണ്ട് എഫിൽ നിന്നെടുത്ത എക്സ് സിയിൽ ഉണ്ടാവില്ല. എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് സി എന്നുള്ളതും നമുക്ക് ഉറപ്പാണ്. സി ഇസ് എ ക്ലോസ്ഡ് സെറ്റ്. സി ക്ലോസ്ഡ് സെറ്റ് നോട്ട് കണ്ടെയ്നിങ് എക്സ്. എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റ് ആണ്. സ്പേസ് റെഗുലർ ആണ്. എന്താ, there exists disjoint open sets containing the point and the closed set. അപ്പോൾ എടുത്ത പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നു. ഞാൻ യു എക്സ് വി എക്സ് എന്ന് വിളിക്കുകയാണ്. സി ഇസ് എ സബ്സെറ്റ് ഓഫ് യു ആൻഡ് എക്സ് എലമെന്റ് ഓഫ് വി. അങ്ങനെയാണ് സെറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് എഫിൽ നിന്ന് ഈ എക്സ് എടുത്തപ്പോൾ എഫിൽ നിന്ന് വൈ എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് ഈ സെറ്റുകൾ മാറും. അപ്പോൾ അതിനെ നമുക്ക് എക്സ് എടുത്തപ്പോൾ യു എക്സ് വി എക്സ് എന്ന് എഴുതാം, വൈ എടുക്കുമ്പോൾ യു വൈ വി വൈ എന്ന് എഴുതാം. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് എക്സ് ഇസ് ജനറൽ നൊട്ടേഷൻ. അപ്പോൾ വൈ വേറെ കാണിക്കേണ്ട കാര്യമില്ല. എഫിൽ നിന്ന് എക്സ് എടുത്താൽ സി ഇസ് എ സബ്സെറ്റ് ഓഫ് യു എക്സ് ആൻഡ് എക്സ് എലമെന്റ് ഓഫ് വി എക്സ് ആകുന്നത് പോലെ നമുക്ക് ഓപ്പൺ സെറ്റ്സിനെ കണ്ടുപിടിക്കാം. യു എക്സ് ഇന്റർസെക്ഷൻ വി എക്സ് ഈക്വൽ ടു ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സ് ആണ് റെഗുലാരിറ്റിയുടെ ക്യാരക്ടറൈസേഷനിൽ കിട്ടുക. യു എക്സ് ഇന്റർസെക്ഷൻ വി എക്സ് ഈക്വൽ ടു ഫൈ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എഫ് നമുക്ക് എന്നാ കിട്ടും, ഓപ്പൺ സെറ്റുകൾ വി എക്സുകൾ കിട്ടും. അപ്പോൾ വി എക്സ് ഒത്തിരി ഉണ്ട്. വി എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എഫ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എഫ് ഇത് സംഭവിക്കും. വി എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എഫ് ഈസ് ആൻ ഓപ്പൺ കവർ. വി എക്സുകളെല്ലാം ഓപ്പൺ ആയി.
is an open cover of ഏതിൻ്റെയാ ഓഫ് എല്ലാ എക്സ് എലമെൻ്റ് ഓഫ് എഫിനും വി എക്സ് എടുത്തിട്ടുണ്ട്. വി എക്സിൻ്റെ അകത്ത് നമ്മളെടുത്ത പോയിന്റും ഉണ്ട്. അപ്പോൾ എഫിലെ പോയിന്റ് ഒന്നും പോയില്ല. ഓപ്പൺ കവർ ഓഫ് എഫ്, എഫിനൊരു ഓപ്പൺ കവർ കിട്ടി. എഫ് കോമ്പാക്റ്റ് എന്നല്ലേ തന്നിരിക്കുന്നത്. എഫ് കോമ്പാക്റ്റ്. അതിനു വേണ്ടിയാണ് നമ്മൾ സി അതേപോലെ നിർത്തി എഫിലെ പോയിന്റ്സ് എടുത്ത് മുമ്പോട്ട് പോയത്. സി എന്നൊരു പോയിന്റ് എടുത്താൽ ഇതുപോലെ നമുക്ക് കോമ്പാക്ട്നെസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സി ക്ലോസ്ഡ് സെറ്റ് ആയിട്ട് നിർത്തി എഫിലെ ഓരോ പോയിന്റ് വീതം എടുത്ത് റെഗുലാരിറ്റി നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നു. എഫ് കോമ്പാക്റ്റ് ഇംപ്ലൈസ് എവരി ഓപ്പൺ കവർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ. ദിസ് ഹാസ് എ, ഈ കവറിന് ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ. ഇതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ട്. സബ് കവർ ഇതിൻ്റെ ഫൈനൈറ്റ് സബ് കവർ ഇതിലെ കുറേ എണ്ണമാണ്. അപ്പോൾ ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്യുവാണ്. ഏതെന്ന് അറിയത്തില്ല, ഞാൻ ഒരെണ്ണത്തിന് വി എക്സ് 1 ഫൈനൈറ്റ് എണ്ണ ഉള്ളൂ എന്ന് കാണിക്കാൻ വി എക്സ് 2 എക്സെട്ര വി എക്സ് എൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇത്രയും പേര് ചേർന്ന് എഫ് ആകുമായിരുന്നു. അവർ മുഴുവൻ വേണ്ട, ഇതിൽ കുറച്ച് പേര് മാത്രം മതി. ഇവർ മാത്രം ചേർന്നാൽ എഫിനെ കവർ ചെയ്യും എന്നാണ് ഇതിനർത്ഥം. സബ് കവർ ഓഫ് എഫ്. എഫ് എന്ന് പറയുന്ന സെറ്റ് ഫോം ചെയ്യാൻ ഇവരുടെ യൂണിയൻ എടുത്താലും മതി എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുക. അപ്പോൾ എഫ് ഫോം ചെയ്യാൻ ഇവരുടെ യൂണിയൻ എടുക്കണം. അപ്പോൾ എഫ് കവറാണ്, എഫ് അതിനുള്ളിലാണ്. ഇവരുടെ യൂണിയൻ എടുത്താൽ എഫ് അതിനുള്ളിലാവും. വി എക്സ് 1 വി എക്സ് 2 വി എക്സ് എന്നിൻ്റെ യൂണിയൻ എടുത്താൽ വി ടേക്ക് യൂണിയൻ വി എക്സ് ഐ ഈക്വൽ ടു 1 to n. അങ്ങനെ ഒരു സെറ്റ് ഫോം ചെയ്യും. വി എക്സ് ഐകളുടെ യൂണിയൻ ആയതുകൊണ്ട് അതിനെ നമുക്ക് വി എന്ന് വിളിക്കാം. അങ്ങനെ ഡിഫൈൻ ചെയ്താൽ എഫ് ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ സബ് കവർ ഓഫ് എഫ്. ഇവർ മൊത്തം വേണ്ട, ഇവർ മാത്രമാണെങ്കിലും എഫിനെ കവർ ചെയ്യും. എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് വി. കവർ എന്ന് പറഞ്ഞാൽ കവർ പുറത്താണ് കിടക്കുന്നത്. ആരുടെ കവറാ? എഫിൻ്റെ കവറാ. എഫ് കവറിനകത്ത് എഫ് ഈസ് എ സബ്സെറ്റ്. അങ്ങനെയൊക്കെ മീനിങ് അനുസരിച്ച് നിങ്ങൾ ആലോചിക്കും. എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് വി, അത് കിട്ടും. ഇനി മറ്റേടത്ത് ഇത്ര ആവശ്യമില്ല. യു എക്സ് ഓരോന്നിൻ്റെ അകത്തും സി ഉണ്ട്. വി എക്സ് 1 എടുത്താൽ ഒരു യു എക്സ് 1 ഉണ്ടാവും. അവിടെ സിക്ക് മാറ്റമില്ലല്ലോ. പോയിന്റ് എഫിൽ നിന്ന് എടുക്കുന്നതിന് മാറ്റമുണ്ട്. അതിനനുസരിച്ചാണ് ഈ വി എക്സ് 1 വി എക്സ് 2 വി എക്സ് എൻ ഫോം ചെയ്തത്. ഈ എക്സ് 1ന് ഇതേ പണി ചെയ്തു. എക്സ് 1 ഈസ് എ മെമ്പർ ഓഫ് എഫ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എഫ്. വി എക്സുകളിൽ നിന്ന് എടുത്തു വെച്ച കുറച്ച് പേരാണ്. അപ്പോൾ ഏത് പോയിന്റ് ആണോ ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ പോയിന്റ് എഫിലെയാണ്. ഫോർ ഓൾ പോയിന്റ്സ് ഓഫ് എഫ് ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഏത് പോയിന്റ് എടുത്താലും സി ഈസ് എ സബ്സെറ്റ് ഓഫ് ഓപ്പൺ സെറ്റ് കറസ്പോണ്ടിങ് ടു ദാറ്റ് പോയിന്റ്. യു എക്സ് 1 ഇതുപോലെ ഉണ്ടാവും. വി എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് യു എക്സ് ഉണ്ടായതുപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് യു എക്സ് 1 ഉണ്ട്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് യു എക്സ് 2 ഉണ്ട്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് യു എക്സ് എൻ ഉണ്ട്. എല്ലായിടത്തെയും കണ്ടീഷൻ ഇതുപോലെയാണ്. സി ഈസ് എ സബ്സെറ്റ് ഓഫ് യു എക്സ് 1, സി ഈസ് എ സബ്സെറ്റ് ഓഫ് യു എക്സ് 2, സി ഈസ് എ സബ്സെറ്റ് ഓഫ് യു എക്സ് എൻ. അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. സി ഇതിൻ്റെ എല്ലാം സബ്സെറ്റ് ആണ്, പിന്നെ യൂണിയൻ എടുക്കേണ്ട കാര്യമില്ല. സോ വി ടേക്ക് ഇന്റർസെക്ഷൻ ഐ ഈക്വൽ ടു 1 to n യു എക്സ് ഐ. എല്ലാത്തിനകത്തും സി ഉണ്ട്, ഈക്വൽ ടു യു എന്ന് എടുത്തു. എല്ലാത്തിനകത്തും സി ഉണ്ടെങ്കിൽ യു ഈസ് എ സബ്സെറ്റ് ഓഫ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് യു. ഇതിൻ്റെ അകത്തെല്ലാം സി ഉണ്ടെന്നാണ് പറയുന്നത്. സി ഈസ് എ സബ്സെറ്റ് ഓഫ് യു. സോ intersection of open sets open, union of any union of finite intersection of open sets open, any union of open sets is open. So C is a subset of U, F is a subset of V, U V open ഉറപ്പായിട്ട് ഓപ്പൺ ആണ്. ഇനി നമ്മൾ യു എക്സും വി എക്സും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എം ഡി ആണ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് യു ഇന്റർസെക്ഷൻ വി ഓൾസോ എം ഡി. യു ഇന്റർസെക്ഷൻ വി ഈക്വൽ ടു 5 ആസ് യു എക്സ് ഇന്റർസെക്ഷൻ വി എക്സ് ഈക്വൽ ടു 5. അപ്പോൾ ഇത് തന്നെയായിരുന്നു ഹൗസ് ഡോർ സ്പേസ് എടുത്തിട്ട് ഒരു പോയിന്റും അതിനെ കണ്ടെയ്ൻ ചെയ്യാത്ത കോമ്പാക്ട് സെറ്റ്. അപ്പോൾ കോമ്പാക്ട് സെറ്റിൽ നിന്ന് നമ്മൾ ഓരോ പോയിന്റിനെ വീതം പെറുക്കിയെടുത്ത് ഹൗസ് ഡോർ അപ്ലൈ ചെയ്തു. ഇവിടെ റെഗുലർ സ്പേസ് ആണ് നിൽക്കുന്നത്. പോയിന്റും ക്ലോസ്ഡ് സെറ്റുമാണ് റെഗുലാരിറ്റി. അപ്പോൾ ഒരു ക്ലോസ്ഡ് സെറ്റും ഒരു കോമ്പാക്ട് സെറ്റും. ക്ലോസ്ഡ് സെറ്റിനെ അതുപോലെ നിർത്തി കോമ്പാക്ട് സെറ്റിൽ നിന്ന് പോയിന്റ്സിനെ പെറുക്കിയെടുത്താൽ പോയിന്റും ക്ലോസ്ഡ് സെറ്റുമായി എല്ലായിടത്തും റെഗുലാരിറ്റി അപ്ലൈ ചെയ്തു. അത് കൂട്ടി വെച്ചാൽ നമ്മളിപ്പോൾ പറയുന്ന റിസൾട്ടായി. ക്ലോസ്ഡ് സെറ്റിനെയും കോമ്പാക്ട് സെറ്റിനെയും സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സിനെ കണ്ടുപിടിക്കാം എന്നുള്ള പ്രൂഫായി. രണ്ടിൻ്റെയും പ്രൂഫ് സിമിലർ ആണ്, സെയിം അല്ല, സിമിലർ ആണ്. ആർഗ്യുമെന്റ്സ് സിമിലർ ആണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കുക. സോ given a regular space and
two sets, one is closed subset of X and other one is compact subset of X. Their intersection is empty. We can find two open sets U V such that C is a subset of U, F is a subset of V, and U intersection V equal to 5. There is statement കൂടി അറിയാം. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കാണും. നേരത്തെ തിയറം 1ന്റെ പോലെ ഒരു സിമിലാരിറ്റി മനസ്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം വളരെ സിമ്പിളാണ്. പിന്നെ ആ കണക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് നിങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. നോട്ട്സൊക്കെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ, താങ്ക് യു.